ഗായ്സ് അപ്പൊ അപ്പുറത്ത് കൂടി പോകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇപ്പുറത്ത് കൂടി ഇവിടെ വേറൊരു വഴി കാണുന്നുണ്ട്. അപ്പൊ ആ വഴി പോവാന്ന് വിചാരിച്ചു. ആ വഴി ഒന്ന് പോയി ഓക്കെ കണ്ടോ. ഇത് ഊട്ടിയാണ് ഗൈസ്. ഊട്ടിയിൽ വേറെ ഒരു കാടാണ്. ഇത് കാട് അന്തരീക്ഷമാണ്. ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇത് കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാവില്ല. നല്ല കാടാണിത്, നല്ല കാടാണ്. വേണ്ട ഗായ്സ് ഇവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ സാധനം കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലവും. ടാറ്റ. ഈ വഴി പോണം. ഇവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അറിഞ്ഞൂടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ്ടാ സ്ഥലം നോക്കി നിങ്ങ, ഫുൾ വൈബ് സ്ഥലം. ഗൈസ് ഞാനൊരു സത്യം പറയാം, മാക്സിമം ഇവരെയൊക്കെ കയറി ഇത് ഒന്നും സപ്പോർട്ട് ചെയ്യൂല കേട്ടോ. കാരണം ഞാനിതിന് സപ്പോർട്ട് ചെയ്യൂല. കാരണം ഇവിടെ നല്ല സംഭവങ്ങളൊക്കെ. എന്തായാലും മാക്സിമം ഇത് ചെയ്യാൻ നോക്കി, ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. പുലിയൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ ഇങ്ങടെ വീണ കഴിഞ്ഞിട്ടാ ഗൈസ്. കാട്ടുപോത്തിന്റെ എന്തോ സംഭവമൊക്കെയാണെന്നാണ് പറയണ. റിസ്ക് ആണ് ട്ടോ. നല്ല തെന്നലുണ്ട്. വിഷുവില് മോറും കുത്തി വീഴും. ഗായ്സ് ഞാനിപ്പോ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണിച്ചു തരാം. ഓക്കെ കാടാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ആ പുലിയും ഇതൊക്കെ വരുമെന്നാണ് എല്ലാവരും പറയണത്. പുലി, കാട്ടുപോത്ത്, പന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്നാണ് പറയണത്. അപ്പൊ മാക്സിമം കെയർഫുൾ ചെയ്ത് പോകാനാണ് ഇവർ പറയണത്. എന്ത് സംഭവിക്കും, എന്ത് ഇതാവുമെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്ത് പോണത്. എൻ്റെ കൂട്ടുകാരന്മാർ അമ്മ സെറ്റായിട്ട് പോകും. ഓക്കെ ഗൈസ്. പോണവരൊക്കെ വിളിക്കും, അവിടെ ഉണ്ടാവും. വെറുതെ പണി ഓടിച്ചോക്കണ്ട. ഗായ്സ് ഇവിടെ നോക്കി ഈ വീഡിയോയിൽ കാണുന്ന വിലയിരുത്തലേട്ടാ. നല്ല ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണിത്. മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രാന്തായതുകൊണ്ട് വന്നുള്ളൂ. ഇന്നെന്തി അങ്ങോട്ട് വഴിയുണ്ട്. അപ്പൊ നമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല പണിയൊക്കെ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഗായ്സ് ഞാനിപ്പോ കാണിച്ചു തന്നില്ലേ കാൽപ്പാട്, അത് കാട്ടുപോത്തിന്റെയാണ്. നമ്മ വെറുതെ ഒരു പണി മേടിച്ച് വെക്കണല്ലോ. നമ്മ ഇനി പോണില്ല. നല്ല ഡേഞ്ചർ ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മതേ ഇനി നേരെ പോവുകയാണ്, നേരെ പഴയ സ്ഥലത്തേക്ക് പോകണേണ്. എന്നാൽ വല്ല പണി മേടിച്ച് വെക്കണ്ട. നല്ല കാട്ടുപന്നിയൊക്കെ ഉണ്ട്, പുലിയൊക്കെ ഓരോന്നൊക്കെയാണ് പറയണത്. നമ്മ നേരെ തിരിച്ചു പോവുകയാണ്. പിന്നെ കൂട്ടത്തിലുള്ളവർക്കും ചെറിയ നമ്മ എന്തിനാണ് ഒരു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. നമ്മ പോണേണ്. ഓക്കെ അത്യാവശ്യം നല്ല കാടാണ്ടോ ഗായ്സ്. ഞങ്ങ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട. കാരണം അവിടെ കാട്ടുപോത്തിന്റെ ഇത് കിടപ്പുണ്ട്, മോശം കിടപ്പുണ്ട്. പിന്നെ അങ്ങാടിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. റിസ്ക്കാണ്. വെറുതെ എന്തിനാ പണി ഉണ്ടാക്കണം. അതിന് കുറെ ദൂരമുണ്ട്. കുറെ ദൂരം പോയി കഴിഞ്ഞാൽ ഇതൊരു ഡാം എത്തുമെന്നാണ് ആ ഒരു പുള്ളിനെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷെ ആ ഡാം എത്തി തിരിച്ചു വരുമ്പോ നല്ല നൈറ്റ് ആവുമെന്ന് പറയണം. ഇതണ്ട ഗൈസ്, ഇത് എന്തിൻ്റെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ പുള്ളി പറഞ്ഞത് കാട്ടുപോത്തൊരു ആനയെന്നാണ് പറഞ്ഞത്. വേണ്ട വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡാം പോയി കാണാം. പക്ഷെ ഇല്ല, ഡാം പോയി കാണുകയാണെങ്കിൽ നല്ല ലോങ് ആണെന്നാണ് പറയണത്. പോയി കഴിഞ്ഞാൽ നൈറ്റ് ആവും. നൈറ്റ് ആയി കഴിഞ്ഞാൽ അറിയാലോ, കാട്ടുപന്നി, പുലി, പിന്നെ ആന ഇതൊക്കെ വരും. അപ്പൊ അത് വെറുതെ ഡേഞ്ചർ ആവും. നമ്മ എന്തിനാണ് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണത്.
അങ്ങനെ പോയി അങ്ങനെ നല്ല കേറ്റുകൊണ്ടിട്ട് കഴിച്ച് ഇവിടെ വരെ വന്നിട്ട് നല്ല രീതിയിൽ ഇതാവും വന്നു കഴിഞ്ഞാൽ നമ്മതേ പോയി. വേറെ പരിപാടിയൊന്നുമില്ല. നേരെ പഴയ നമ്മുടെ ഈ വഴി തന്നെ പോയി നമ്മുടെ ലോഡ്ജിലേക്കല്ലേ ഞാൻ അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഇതേ നമ്മപ്പ അവിടുത്തെ കാട്ടിലേക്കൊക്കെ പോയി തിരിച്ചു വന്നിട്ടാ പിന്നെ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതൊന്നും കാണിക്കാണ്ടിരുന്നത്. ഇതേ ഇപ്പൊ ഇപ്പൊ രാത്രി എത്തി ഒരു കുറെ ഇത്തിരി നൈറ്റ് ആയിട്ട് ഗായ്സ് അവിടെ നമ്മുടെ ലോഡ്ജിൽ എത്തി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മ ഫുഡ് അടിക്കാൻ പോകണം. കാരണം നമ്മുടെ ലോഡ്ജിൽ 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡോർ ക്ലോസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്ക് ഫുഡ് അടിക്കണം. നമുക്ക് അപ്പൊ ഫുഡ് അടിക്കാൻ വേണ്ടി അടുത്ത് തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് പിടിക്കാൻ വേണ്ടി വന്നേക്കണത്. ഇപ്പൊ എല്ലാവരും ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തേക്കണത്. അപ്പൊ നമുക്ക് തിന്നുമ്പോ കാണാം. ഓക്കെ ഗായ്സ്, അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടാ. ഗായ്സ്, അവിടുത്തെ ചെറിയ പ്രശ്നമുണ്ട്. ഊട്ടിയിൽ വന്നാൽ അറിയാം, ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് നമുക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. നല്ല ഫുഡൊന്നും അപ്പോൾ 2-3 എനിക്ക് കിട്ടിയതിൽ ചോറ് ഇത്തിരി വളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടാ. പക്ഷേ എനിക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് പേർക്ക് മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ അത്രയൊക്കെ പ്രതീക്ഷ മതി ഊട്ടിയിലൊക്കെ വരുമ്പോന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ നോക്കാം. ഓക്കെ ഗായ്സ്, ഇവിടെ വന്നേക്കണം ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. എന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഇപ്പോൾ സത്യം പറയട്ടെ ഗായ്സ്, ഊട്ടിയിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ചായ കുടിച്ചു പോകണ്ടാ. എവിടെ ചെന്നാലും ഒരു ചായ കുടിക്കും, അത് നിർബന്ധമാണത്. അതായത് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കണേ നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കുക ഗായ്സ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ ലോഡ്ജിലേക്ക് പോകാൻ വേണ്ടിട്ടോ. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ലോഡ്ജിലേക്ക് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പരിപാടി എന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാം. അപ്പൊ നാളെ ഉച്ച വരെയാണ് ഇവിടുത്തെ ചെക്ക് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പൊ ചിലപ്പോ നമ്മൾ നാളെ രാവിലെ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പോണത്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും പോണത്. ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ അപ്പൊ ഗായ്സ്, ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് കാണിച്ചു തരട്ടെ. രാവിലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ക്ലൈമറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. ഇന്നലത്തെ ക്ലൈമറ്റ് ഇത്രയും കൂടി ഇതായിരുന്നു. ഗായ്സ്, അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോവാന്നുള്ള പ്ലാനാണ്. അപ്പൊ അത് ചായ കുടിക്കാൻ അങ്ങോട്ട് പോകണം. അപ്പൊ ഒരുത്തിനോട് വരാൻ അവനെ അവിടെ വെച്ചിട്ടാണ്. ഓക്കെ ഇതും കൂടി കണ്ടോ? ഓക്കെ ഓക്കെ അതിനെ എന്നെ കിട്ടല്ലേ? കിട്ടിയില്ല എല്ലാവർക്കും. എനിക്കുണ്ട്. എന്തായാലും പൈസ ലാഭം നല്ലവരും ചായയൊക്കെ കഴിച്ചാൽ അത് മേടിക്കാൻ വേണ്ടി എല്ലാവരും
എടുത്തിട്ട് നീ എടുക്കോ ഇവിടെ ഒരു വേറൊരു വിറ്റിടന്നിട്ടാ നമ്മ നേരത്തെ പോയ കടയിൽ നിന്ന് ഭയങ്കര നഷ്ടമെന്ന് വിചാരിച്ചിട്ട് നമ്മ ഇപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കാൻ നോക്കിയിട്ട് ഗൈസ്. അപ്പൊ ഇവിടെ അതിലും കൂടുതൽ പൈസയാണ് കാരണം. പക്ഷെ പിന്നെ നമ്മ അങ്ങോട്ട് പോയില്ല, കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നേ ഉള്ളു. അപ്പൊ ഇവിടെ നിന്ന് തന്നെ മേടിക്കാന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ മേടിക്കണവന്മാര്. പക്ഷെ റിഹ മാത്രം അവിടെ നിന്ന് മേടിച്ചിട്ടാ. അപ്പൊ നമ്മൾ ലോഡ്ജിലെത്തിയിട്ടാ. പിന്നെ നമ്മ ചെക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയാണ്, കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. അപ്പൊ 10 മണിക്കുള്ളിൽ ഇറങ്ങണം. അപ്പൊ നമ്മ എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പൊ ഇനി വീട്ടിലേക്കാണ് പോണത്. ഓക്കെ, അപ്പൊ നേരെ ഇനി കോയമ്പത്തൂർ 4 രൂപ. പക്ഷേ അതിന് മുമ്പായിട്ട് 2-3 ബസ് കയറി പിടിക്കണം. അത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. ഇവിടുന്ന് ഗാന്ധിപുരം വരെ നമുക്ക് ഒരു ബസ് ഉണ്ട്, അത് കയറണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് കോയമ്പത്തൂർക്ക് ബസ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മ ഇറങ്ങാൻ പോകുന്നത് എല്ലാവരും ഇപ്പൊ ബാഗ് സെറ്റ് ആക്കി. അപ്പൊ കഴിഞ്ഞ് നമ്മ പുറത്ത് വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ അതേ നമ്മളിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ബസ് കയറി നമുക്ക് കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ കയറി നേരെ ആലുവ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കൊണ്ടുപോകാം. ബാഗ് ഗൈസ്, അപ്പൊ ഇനി പരിപാടി എന്ന് പറഞ്ഞാല് ബസ് കയറി നേരെ കോയമ്പത്തൂരിൽ നിന്ന് നേരെ ട്രെയിൻ കയറി ആലുവ. അതാണ് പ്ലാൻ. പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാം ഗായ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മ സാധാരണ നേരത്തെ ആദ്യം മുതൽ ചെയ്ത പോലെ തന്നെ നേരെ ബസ്സിൽ കയറി നേരെ ഗാന്ധിപുരത്ത് നിന്ന് ഇറങ്ങാം. ഗാന്ധിപുരത്ത് നേരെ കോയമ്പത്തൂർ ബസ് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് കയറാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ട്രെയിൻ. അപ്പൊ ഇനി നമുക്ക് ട്രെയിനിൽ വെച്ച് കാണാം. ഓക്കെ, പോണ വഴിക്ക് ഇതേ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. 2 നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ടാവണേണ്ട. എനിക്ക് ഉറക്കമുണ്ട്, പക്ഷെ എനിക്ക് ഉറക്കം കിട്ടാനുള്ള ബസ്സിലിരുന്നിട്ട് ദൈവന്മാർ 2 പേരും കിടന്ന് നല്ല ഉറക്കം ഉണ്ടാവും, ഭാഗ്യം ഗായ്സ്. അപ്പോഴേ നമ്മ ഇവിടെ ഗാന്ധിപുരത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ വേറൊരു കാര്യം ഗായ്സ്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഗാന്ധിപുരത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കില്ല ആലപ്പുഴ, തൃശ്ശൂർ, പിന്നെ പാലക്കാട്, ഇത്രയും 3 സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് KSRTC ബസ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഇത് കോയമ്പത്തൂർ പോയി ട്രെയിൻ കയറി പോവാട്ടാ. പിന്നെ നമ്മ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശന്നിട്ട് പോയി. അപ്പൊ എന്തെങ്കിലും ഫുഡ് അടിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഇനി പോകാനുള്ള പ്ലാൻ കേട്ടാ ഗായ്സ്. ഫൈനലി നമ്മുടെ ഒരു ഫുഡ് സ്പോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഫുഡ് അടിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. സത്യം പറയാലോ, നമ്മുടെ അടുത്ത പോലത്തെ നല്ല രസമുണ്ട് കേട്ടോ. ബിരിയാണി നല്ല രസമുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി ഒട്ടും ഉണ്ടാവുള്ളൂ, ഒരു കഷ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ വരാം. ഓക്കെ ഗായ്സ്, ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ബസ് കയറി നേരെ കോയമ്പത്തൂർ ചെന്ന് അവിടുത്തെ ബാഗൊക്കെ നമുക്ക് ചെക്കൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ചെക്കൊക്കെ ചെയ്ത് നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇതേ ഇപ്പം നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നത് അപ്പുറത്തെത്തി. അവിടെ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇനി ട്രെയിൻ ഗായ്സ്. അങ്ങനെ ഫൈനലി ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ ഇനി 3 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ ആലുവയിൽ എത്തിയിട്ട് ഗായ്സ്. ആലുവയിൽ എത്തിയത് നേരെ ഇനി KSRTC ബസ്സിൽ കയറണം. KSRTC ബസ്സിൽ കയറി നേരെ പറവൂരിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. പറവൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി അവിടെ നിന്നാണ് ടാസ്ക് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ എത്തുമ്പോഴേക്ക് എന്തായാലും ബസ് ചിലപ്പോൾ ഇത്തിരി ശോകം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അങ്ങോട്ടൊക്കെ 8 മണി കഴിഞ്ഞാൽ ബസ് ഉണ്ടാവാറില്ല. അപ്പം അത് ചിലപ്പോൾ ഒരു പ്രശ്നം വരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതേപോലെ ഗൈസ് പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു ബസ് വന്നില്ല. അപ്പം അല്ലേ നമ്മ വേറൊരു പരിപാടിയാണെന്ന് വിചാരിച്ച് ഓട്ടോറിക്ഷക്കാരുടെ കൈ കാണിച്ച് അവരുടെ കൂടെ കയറിപ്പോൾ നമ്മൾ പ്ലാനാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പുള്ളി പറഞ്ഞ് 50 രൂപ തരികയാണെങ്കിൽ പുള്ളി നമുക്ക് ചെറായ വരെ വിട്ടരാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എന്ത് ചെയ്ത് 50 രൂപ എന്താണ് ചേട്ടാന്നും പറഞ്ഞ് ഭയങ്കര ചെയ്തതുകൊണ്ട് ആ ഓട്ടോറിക്ഷ പോയിട്ടാ ഗായ്സ്. പിന്നെ വന്ന ഓട്ടോറിക്ഷക്കാർ അതിലും കൂടുതൽ പൈസയാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി മര്യാദക്ക് അതിനകത്ത് കയറിയാൽ മതി. ദർഹാൻ എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ടാവും പറഞ്ഞ് ആദ്യത്തിൽ തന്നെ പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അമ്മമാര് സമ്മതിച്ചില്ല. അങ്ങനെ അതിലും പൈസ കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് തിങ്ങി നെരിഞ്ഞ് പോണേണ്. ബസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു കണക്കിന് ഒരു ഓട്ടോറിക്ഷക്കാരുടെ കൈയും കാലും പിടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറായിലേക്ക്. നമുക്ക് ചെറായിലെത്തിരി കാണാം. അവിടെ ചിലപ്പോൾ നടന്നായിരിക്കും പലതും കാണും. ഓക്കെ ഗായ്സ്, പുള്ളി നമ്മളെ വിട്ട് വന്നിട്ട് ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും തിന്നണം, മന്തി അടിക്കണം, അത് കഴിഞ്ഞിട്ട് പോകണം ഗൈസ്. അവിടെ നിന്ന് ചിലപ്പോൾ ടാസ്ക് തന്നെ വരും, ഇത് തന്നെ വരും. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മന്തിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വയറ് ഇതായി കഴിഞ്ഞാൽ പിന്നെ വലിയ സീനിലല്ല ഗൈസ്. നേരെ ലിഫ്റ്റൊക്കെ അടിച്ച് ആൾക്കാരൊക്കെ കൂടുള്ളവരെ കയറ്റിയിട്ട് നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോകാന്നുള്ള പ്ലാനാണ് ഗൈസ്. അപ്പോൾ കണ്ടില്ല മന്തി അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് വന്ന
വണ്ടിക്ക് എല്ലാവരും കയറ്റി വിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും ഇപ്പോൾ ഒരു കൂട്ടുകാരനും ഒറ്റക്കായിട്ട കൈസ് ഇപ്പം അപ്പം ഞങ്ങൾക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ട് ഇതേ ഇപ്പം ജനത വരെ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ ലിഫ്റ്റ് കിട്ടുമെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട കൈസ്. അങ്ങനെ ദേ ഫൈനലി നമുക്ക് ഒരു ചേട്ടൻ ലിഫ്റ്റ് തന്നിട്ടുണ്ട് കൈസ്. അപ്പോൾ നമ്മളെ കൊണ്ടേ നമ്മുടെ പോത്തമ്പളെ ഏകദേശം ഊട്ടി ഇത്ര ദിവസം നമ്മൾ ഊട്ടിയിലായിരുന്നു. പക്ഷേ ഊട്ടിയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കൈസ്. അപ്പം ഇനി നല്ലൊരു വീഡിയോ പിന്നെ കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.